ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ഹനാന. ഞാൻ BCVT തേർഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഇലക്ട്രോ കാർഡിയോഗ്രാം അല്ലെങ്കിൽ ECG എന്ന ടോപ്പിക്കാണ്. വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ താഴെ കാണുന്ന ഒരു പേപ്പർ ഉണ്ടല്ലോ, അതിൽ കാണുന്നതാണ് നോർമലായിട്ട് നമ്മൾ കാണുന്ന ECG. എന്താണ് ECG? ഓക്കെ, നമുക്കറിയാം ഹാർട്ടിന് രണ്ട് തരത്തിലുള്ള ഫംഗ്ഷനാണ് മെയിനായിട്ടുള്ളത്. മെക്കാനിക്കൽ ആക്ടിവിറ്റീസും അതേപോലെ ഇലക്ട്രിക്കലായുള്ള ആക്ടിവിറ്റീസും. മെക്കാനിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഹാർട്ടിൻ്റെ ബ്ലഡ് പമ്പിംഗ് ആയിട്ട്, അതായത് സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ഹാർട്ട് വഹിക്കുന്ന ഒരു പങ്ക്. ദാറ്റ്സ് വാട്ട് മെക്കാനിക്കൽ ആക്ടിവിറ്റീസ് ഡീൽസ് വിത്ത്. ആൻഡ് ദ അതർ പാർട്ട് ഈസ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി. ഈ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീനെ ഗ്രാഫിക്കലി റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൽ അല്ലെങ്കിൽ ആ ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് പറയുന്നത്. ആൻഡ് ഹൗ ഡു വി ഗെറ്റ് ദിസ് ഇലക്ട്രോ കാർഡിയോഗ്രാം? ECG എങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ളത് നമ്മൾ എപ്പോഴും നമുക്ക് തോന്നാവുന്നൊരു ഡൗട്ടാണ്. അതായത് ഹാർട്ടിൻ്റെ ഫംഗ്ഷൻ എങ്ങനെയാണ് നമ്മളൊരു P വേവും QRS കോംപ്ലക്സ് ആയിട്ടും T വേവ് ഒക്കെ ആയിട്ട് കാണുന്നതെന്നുള്ളത്. അതായത് ഹാർട്ടിൻ്റെ മെയിനായിട്ടുള്ള മസിൽ മാസ് എന്ന് പറയുന്നത് മയോകാർഡിയം ആണ്. മയോകാർഡിയം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് ഈ പറഞ്ഞ പോലത്തെ മയോകാർഡിയൽ ഫൈബേഴ്സ് കൊണ്ടിട്ടാണ്. അപ്പോൾ എല്ലാ സെൽസിനെയും പോലെ തന്നെ മയോകാർഡിയൽ ഫൈബേഴ്സിലും കുറേ അയൺസും ഇലക്ട്രോലൈറ്റ്സും ഉണ്ട്. അവരുടെയൊക്കെ ആക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ AP എന്ന് പറഞ്ഞാൽ ആക്ഷൻ പൊട്ടൻഷ്യൽ, അതിൻ്റെ ആൽജിബ്രായിക് സം ആണ് നമ്മൾ ECGയിലെ ഡീഫ്ലക്ഷൻസ് ആയിട്ട് കാണുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ള അടുത്ത കൺഫ്യൂഷനാണ് ഇലക്ട്രോ കാർഡിയോഗ്രാഫും ഇലക്ട്രോ കാർഡിയോഗ്രാമും തമ്മിലുള്ള ഡിഫറൻസിയേഷൻ. അതിന് മെയിൻ ഫാക്ടറിന് അങ്ങനെ വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാക്കാണ്, അതായത് ഇലക്ട്രോ കാർഡിയോഗ്രാഫിലെ ഈ ഗ്രാഫ് എന്നുള്ളത്. ബിക്കോസ് വി ഗെറ്റ് എൻ ECG പേപ്പർ വിച്ച് ലുക്സ് ലൈക്ക് എ ഗ്രാഫ് പേപ്പർ. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ആവും. ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ആ ഒരു പേപ്പർ അല്ലെങ്കിൽ ആ ഒരു റെക്കോർഡിങ്ങിനെയാണ് ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എന്ന് പറയുന്നത് നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും. ബട്ട് ആക്ച്വലി ഇറ്റ് ഈസ് ദ ഓപ്പോസിറ്റ്. ഇൻസ്ട്രുമെൻറ്റിനെ, അതായത് ഇലക്ട്രോ കാർഡിയോഗ്രാം ചെയ്യുന്ന ആ മെഷീൻ്റെ പറയുന്ന പേരാണ് ഇലക്ട്രോ കാർഡിയോഗ്രാഫും മറ്റത് ഇലക്ട്രോ കാർഡിയോഗ്രാമും ആണ്. ഓക്കെ, here is a man. His name is Sir William Einthoven. He is a Dutch physiologist and he invented ECG. ECG ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആൾ, ആ ഒരു ഇൻവെൻറ്ററാണ് എയ്ൻതോവൻ. ആൻഡ് ഇൻ 1924 ECG നമ്മൾ ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്താണ് ECGയുടെ മെക്കാനിസം? എന്താണ്, എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു ബോഡി സർഫസിൽ നിന്നിട്ടാണ് നമ്മൾ ECG ഗ്രാഫിക്കലി റെക്കോർഡ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നടക്കുന്നത്? അപ്പോൾ നമ്മളുടെ എല്ലാവരെയും ബോഡി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ വോളിയം കണ്ടക്ടർ, ഒരു കണ്ടക്ടറാണ്. അതായത് നമ്മുടെ ബോഡിയിൽ ഫുൾ ഒരു കണ്ടക്ടറാണ്. അതിൻ്റെ കണ്ടക്ഷൻ ചെയ്യുന്ന ആ ഒരു പാസേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ഫ്ലൂയിഡ് അല്ലെങ്കിൽ ബ്ലഡാണ് കണ്ടക്ഷൻ ചെയ്യുന്ന ആ ഒരു വേ. ആൻഡ് അതുവഴി നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ ഹാർട്ടിലുള്ള ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ബോഡി ഫുള്ളായിട്ട് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ആവും. ആൻഡ് വി പിക്കപ്പ് ബൈ ഇലക്ട്രോഡ്സ് വെച്ചിട്ട് നമ്മൾ ആ ഒരു ഡീഫ്ലക്ഷൻസ് അല്ലെങ്കിൽ ആ ഒരു പൊട്ടൻഷ്യലിനെ നമ്മൾ ഇലക്ട്രോഡ്സ് വെച്ചിട്ട് പിക്കപ്പ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ECG ആയിട്ട് അതിനെ മാറ്റുന്നത്. ഇനി ഇലക്ട്രോ കാർഡിയോഗ്രാഫിൻ്റെ പാർട്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ ഇലക്ട്രോഡ്സ് ഉണ്ടാവും, ആൻഡ് ആൻ ആംപ്ലിഫയർ ആൻഡ് എ റെക്കോർഡിംഗ് ഡിവൈസ്. ഇത്രയും കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഇനി ഒരു ECG എടുക്കുന്നതിൻ്റെ ഒരു ഇൻസിഡൻ്റ് ആണിത്. ആൻഡ് വി ഹാവ് എ ടെക്നീഷ്യൻ ഉണ്ടാവും. ടെക്നീഷ്യൻ്റെ കയ്യിൽ ഒരു ECG മെഷീൻ ആൻഡ് ട്രേസിംഗ് പേപ്പർ ആൻഡ് പേഷ്യൻ്റ് ഈസ് ദർ വിത്ത് ഹേഴ്സ് ചെസ്റ്റ് ഇലക്ട്രോഡ്സ് ഉണ്ട്. അവരെ ചെസ്റ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ചെസ്റ്റ് ഇലക്ട്രോഡ്സ് ഒട്ടിച്ചിട്ടുണ്ട്. കയ്യിലും രണ്ട് കാലിലും പിന്നെ ഇലക്ട്രോഡ്സ് ഉണ്ട്. അതിന് ലിംബ് ഇലക്ട്രോഡ്സ് അല്ലെങ്കിൽ ആംഗിൾ ഇലക്ട്രോഡ്സ് എന്ന് പറയും. ഓക്കെ, ദെൻ വാട്ട് ഈസ് ആൻ ആംപ്ലിഫയർ? നമുക്കറിയാം ഹാർട്ടിലുണ്ടാവുന്ന ആ ഒരു പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി സ്മോൾ എമൗണ്ട് ആയിരിക്കും, ഭയങ്കര സ്മോൾ ആയിരിക്കും. അതിന് നമ്മൾ ആ സ്മോൾ ഡീഫ്ലക്ഷൻസിനെ ഒന്ന് ആംപ്ലിഫൈ ചെയ്ത ശേഷമാണ് നമ്മൾ എന്ത് കാണുന്നത്, ട്രേസ് ചെയ്യുന്നത്. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ ആംപ്ലിഫയർ ടു ആംപ്ലിഫൈ ദ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ആൻഡ് ദർ ഈസ് ഇലക്ട്രോഡ്സ് which is placed on body surfaces and it is connected to ECG machine. അതിൻ്റെ വൺ എൻഡ് ECG മെഷീനും വൺ എൻഡ് ബോഡി സർഫസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് വി ഹാവ് electrodes for picking the electrical potential from the body surfaces. Okay, then ECG lead എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 electrodes placed on the body surface. നമ്മുടെ ബോഡി സർഫസിൽ വെക്കുന്ന 2 ഇലക്ട്രോഡ്സ് ആണ് ഒരു ലീഡ് എന്ന് പറയുന്നത്. അതായത് 2 ഇലക്ട്രോഡ്സ് ചേർന്നിട്ടാണ് ഒരു ലീഡായിട്ട് ഫോം ചെയ്യുന്നത്. ഇനി ഈ 2 ഇലക്ട്രോഡ്സിൻ്റെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ, അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ 2 ഇലക്ട്രോഡ്സ്, അതാണ് നമ്മൾ എന്തായിട്ട് കാണുന്നത്, ECG ലീഡിൻ്റെ സം ആയിട്ട് കാണുന്നത്. ഇറ്റ് ഗീവ്സ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 പോയിൻറ്റ്സ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലീഡ്സ് ഇൻ ECG. അപ്പോൾ നമ്മൾ പറഞ്ഞു 2 ഇലക്ട്രോഡ്സ് ചേർന്നിട്ടാണ് ഒരു ലീഡ് ഉണ്ടാകുന്നത്. അങ്ങനെ 12 ലീഡ്സ് ആണ് മൊത്തം നമുക്കൊരു ECGയിൽ ഉണ്ടാകുന്നത്. നമ്മളൊരു ECG പേപ്പർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 1, അതേപോലെ 2, 3, AVR, AVL, AVF ആൻഡ് V1, V2 to V6. ഇത്രയും നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഒരു ECG പേപ്പറിൽ നിങ്ങൾ നെക്സ്റ്റ് ടൈം കാണുന്ന സമയത്ത് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഡീറ്റെയിൽസ് അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. അതായത് മൊത്തം 12 ലീഡ്സ് ആണ് ഒരു ECG പേപ്പറിലുള്ളത്. അതിൽ 6 ലിംബ് ലീഡ്സ് ആണ്, അതായത് കാലുകളിൽ നിന്ന് കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് 6.
ആ ആറിന് ഏതാന്ന് ഇവിടെ പറയുന്നുണ്ട്. 1, 2, ലീഡ് 1, ലീഡ് 2, ലീഡ് 3 ആൻഡ് ലീഡ് AVR, AVL, AVF, AVR, AVL, AVF അങ്ങനെയാണ് അത് പ്രൊനൗൺസ് ചെയ്യുന്നത്. ദെൻ 6 ചെസ് ലീഡ്സ് ഉണ്ട്, V1 to V6. ഓക്കെ ഡിവൈഡഡ് ഇൻ ടു ഈ 12 ലീഡ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പല പല ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. നമ്മളിവിടെ ഡീൽ ചെയ്യുന്ന ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈപോളാർ ലീഡ്സിൻ്റെയും യൂണിപോളാർ ലീഡ്സിൻ്റെയും ക്ലാസിഫിക്കേഷനാണ്. എന്താണ് ബൈപോളാർ ലീഡ്സ്? ബൈപോളാർ ലീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആക്റ്റീവ് ഇലക്ട്രോഡ്സ് ഉണ്ടാവും. അതായത് 1 ഇലക്ട്രോഡ് ഈസ് കണക്റ്റഡ് ടു ദ നെഗറ്റീവ് ടെർമിനൽ ആൻഡ് അനദർ 1 ഈസ് കണക്റ്റഡ് ടു ദ പോസിറ്റീവ് ടെർമിനൽ. അതായത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ളതും ഒരു നെഗറ്റീവ് ആയിട്ടുള്ളതും ഇലക്ട്രോഡ്സ് ഉണ്ടാവും. അതിലിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കയ്യിൽ ഒരെണ്ണം ഒട്ടിച്ചിട്ടുണ്ട്, ഇപ്പുറത്തെ കയ്യിൽ ഒരെണ്ണം ഒട്ടിച്ചിട്ടുണ്ട്. അതിൽ റൈറ്റ് ആം ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കും, ലെഫ്റ്റ് ആം നെഗറ്റീവ് ആയിരിക്കും. അത് രണ്ടും കൂടി ചേർന്നിട്ടാണ് നമുക്ക് ലീഡ് 1 കിട്ടുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാണിത്. നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് സംസാരിക്കുന്നുണ്ട് അതിനെപ്പറ്റി. അപ്പോൾ 1 ഇലക്ട്രോഡ് ഈസ് എ നെഗറ്റീവ് ടെർമിനൽ ആൻഡ് അനദർ 1 ഈസ് എ പോസിറ്റീവ് ടെർമിനൽ. ഇങ്ങനെ ബൈപോളാർ. നമുക്ക് ആ പേരിൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. ബൈപോളാർ ഇറ്റ് ഈസ് 2 പോൾസ്, 2 പോൾസ് ഉണ്ടാവും ആ ലീഡിന്. ഇനി റെക്കോർഡ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 ഇലക്ട്രോഡ്സ്. ഓക്കെ, ഇനി ലീഡ് 1, ലീഡ് 2, ലീഡ് 3 അതാണ് ബൈപോളാർ ലീഡ്സിൻ്റെ എക്സാമ്പിൾസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ കുറച്ച് മുന്നേ നമ്മൾ ഡീൽ ചെയ്തിരുന്നല്ലോ. അതായത് 6 ലിംബ് ലീഡ്സ് ഉണ്ട്, 6 ചെസ് ലീഡ്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ലിംബ് ലീഡ്സിൻ്റെയും ചെസ് ലീഡ്സിൻ്റെയും ക്ലാസിഫിക്കേഷനാണ്. ഇനി ഇപ്പോൾ നമ്മൾ പറഞ്ഞ ലീഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബൈപോളാർ ലീഡ്സിൻ്റെയും യൂണിപോളാർ ലീഡ്സിൻ്റെയും ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ ബൈപോളാർ ലീഡ്സ് വരുന്നത് ലീഡ് 1, ലീഡ് 2, ലീഡ് 3 എന്നുള്ളതാണ്. ഇനി ഇലക്ട്രോഡ്സ് ആർ കണക്റ്റഡ് ടു ദ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ലീഡ് 1, ലീഡ് 2, ലീഡ് 3 എങ്ങനെയാണ് കിട്ടിയത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് റൈറ്റ് ആമിൽ ഒരെണ്ണമുണ്ട്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇവിടെ ഒരാളുണ്ട്. അയാളുടെ സെൻറ്റർ, അതായത് ആ ഒരു ട്രയാങ്കിൾ നിങ്ങൾ കാണുന്നുണ്ടോ? വയലറ്റ്, ഗ്രീൻ ആൻഡ് റെഡ് കളറിലൊരു ട്രയാങ്കിൾ ഉണ്ട്. അതിൽ എന്തുണ്ട്? നടുക്കായിട്ട് ഹാർട്ട് ഉണ്ട്. സെൻറ്റർ ഓഫ് ദിസ് ട്രയാങ്കിൾ ഇസ് ഹാർട്ട് ആൻഡ് റൈറ്റ് ആം ടു ലെഫ്റ്റ് ആം ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതാണ് ലീഡ് 1. അതായത് റൈറ്റ് ആമിൻ്റെയും ലെഫ്റ്റ് ആമിൻ്റെയും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമ്മൾ ആ 2 ഇലക്ട്രോഡ്സിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമ്മൾ ലീഡ് 1 ആയിട്ട് കാണുന്നത്. റൈറ്റ് ആമിൻ്റെയും ലെഫ്റ്റ് ലെഗിൻ്റെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമ്മൾ ലീഡ് 2 ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നത്. ECGയിൽ ലീഡ് 2 എന്ന് പറയുന്നത് ഈ 2 ഇലക്ട്രോഡിൻ്റെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ലെഫ്റ്റ് ലെഗിൻ്റെയും ലെഫ്റ്റ് ആമിൻ്റെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് വി യൂസ് ടു സി ആസ് ലീഡ് 3. ഓക്കെ, അപ്പോൾ ഇലക്ട്രോഡ്സ് ആർ കണക്റ്റഡ് ടു ദ റൈറ്റ് ആം, ലെഫ്റ്റ് ലെഗ് ആൻഡ് റൈറ്റ് ലെഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഫസ്റ്റ് ഇമേജിൽ നമ്മൾ ആ പേഷ്യൻറ്റിനെ കിടത്തിയൊരു ഇമേജിൽ നമ്മൾ 4 അതായത് 2 കൈയിലും 2 കാലും കണക്ഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് ലെഫ്റ്റ് ലെഗിൽ മാത്രമാണ് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ റൈറ്റ് ലെഗിലും ഒരു ഇലക്ട്രോഡ് വെക്കുന്നുണ്ട്, വിച്ച് ഈസ് ഫോർ എർത്ത് ചെയ്യാൻ. അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകുന്ന എർത്തിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ആ ഇമേജ് ഒന്നുകൂടിയും കുറച്ചുകൂടിയും ആ പേഷ്യൻറ്റിനെ മാറ്റിയിട്ട് അല്ലെങ്കിൽ ആ ഒരു മനുഷ്യൻ്റെ ചിത്രം മാറ്റിയിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തേക്കുന്നതാണ്. വി ക്യാൻ സീ ദാറ്റ് റൈറ്റ് ആം, ലെഫ്റ്റ് ആം ആൻഡ് ലെഫ്റ്റ് ലെഗ് ആൻഡ് വി ക്യാൻ സീ ദാറ്റ് നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള കുറച്ച് എൻഡിങ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ. ഇവിടെ നെഗറ്റീവ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ പോസിറ്റീവ് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇവിടെയും പോസിറ്റീവ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു റൈറ്റ് ആം ടു ലെഫ്റ്റ് ആം കണക്ഷനാണ് ലീഡ് 1 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നോക്ക്, മൈനസ് റൈറ്റ് ആം നെഗറ്റീവും ലെഫ്റ്റ് ആം പോസിറ്റീവും ആയാൽ അത് ലീഡ് 1 ആയിരിക്കും. ലീഡ് 1ൽ റൈറ്റ് ആം നെഗറ്റീവും ലെഫ്റ്റ് ആം പോസിറ്റീവായിട്ടുമായി ഉണ്ടാവുക. അതേപോലെ റൈറ്റ് ആം നെഗറ്റീവും ലെഫ്റ്റ് ലെഗ് പോസിറ്റീവും ആകുമ്പോഴാണ് ലീഡ് 2 കിട്ടുന്നത്. അതേപോലെ ലീഡ് 3 എന്ന് പറയുന്നത് ലെഫ്റ്റ് ആം നെഗറ്റീവും ലെഫ്റ്റ് ലെഗ് പോസിറ്റീവായിട്ടിരിക്കും ഉണ്ടാവുക. ഒരു സിമ്പിളായിട്ട് അത് ഓർത്തിരിക്കാൻ ആലോചിച്ചാൽ മതി. റൈറ്റ് ആം വിൽ ബി ഓൾവേസ് നെഗറ്റീവ് ആയിരിക്കും ആൻഡ് ലെഫ്റ്റ് ലെഗ് വിൽ ബി ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. അത് നോക്കിയാൽ മതി. അത് നോക്കിയിട്ട് നമ്മൾ മെമ്മറൈസ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ലീഡ് 1 എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത്, ദെൻ ലീഡ് 2 എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത്, ലീഡ് 3 എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് അത് നിങ്ങൾ പറയാൻ നോക്കിയാൽ മതി. ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി നമ്മൾ സം ടോട്ടൽ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അതായത് സം ടോട്ടൽ ഇക്വലാറ്റർ ട്രയാങ്കിളുടെ ഇടയിൽ ഉള്ളിലുള്ള എല്ലാ കറണ്ട് സോഴ്സും കൂടി നമ്മൾ നോക്കുമ്പോൾ 0 ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഈന്തോവൻസ് ട്രയാങ്കിൾ നമ്മൾ പറഞ്ഞു. സർ വില്യം ഈന്തോവൻ ആണ് നമ്മളുടെ ECG കണ്ടുപിടിച്ച ആൾ. അദ്ദേഹമാണ് ഈ ഒരു ഈന്തോവൻ ട്രയാങ്കിളും ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ള ആൾ. അദ്ദേഹം വരച്ചിട്ടുള്ള ഒരു മോഡലാണ് ഈ കാണിക്കുന്നത്. അതായത് ഹാർട്ടിനെ സെൻട്രലൈസ് ചെയ്തിട്ട് ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. ബോഡീൻ്റെ 3 എക്സ്ട്രിമിറ്റീസ് എടുത്തിട്ട് റൈറ്റ് ആമും ലെഫ്റ്റ് ലെഗും യൂസ് ചെയ്തിട്ട് വിച്ച് കൺസിസ്റ്റ് ഓഫ് 3 ഇലക്ട്രോഡ്സ് 1ഉം 2ഉം 3ഉം വെച്ചിട്ട്. ദിസ് ഈസ് ഈന്തോവൻസ് ട്രയാങ്കിൾ. 3 പോയിന്റ്സ് ഉണ്ട്. റൈറ്റ് ഷോൾഡർ, ലെഫ്റ്റ് ഷോൾഡർ ആൻഡ് മിഡ് പോർഷൻസ് ഓഫ് ദ ഇൻക്വിനൽ റീജിയൻ. മെയിൻലി ലെഫ്റ്റ് ഇൻക്വിനൽ റീജിയൻ ആണ് എടുക്കുക. എപ്പോഴും ഇക്വലാറ്റർ ട്രയാങ്കിളുടെ സം പൊട്ടൻഷ്യൽ 0 ആയിരിക്കണം. അതായത് ലീഡ് 1 പ്ലസ് ലീഡ് 2 പ്ലസ് ലീഡ് 3ൻ്റെ പൊട്ടൻഷ്യൽ ഈസ് ഓൾവേസ് മസ്റ്റ് ബി ഈക്വൽ ടു 0 ആയിരിക്കണം. പക്ഷേ ഈ ഒരു ഇക്വേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ലീഡ് 2ൻ്റെ പൊളാരിറ്റി റിവേഴ്സ് ചെയ്യണം. സോ ഇക്വേഷൻ വിൽ ബിക്കംസ് ലീഡ് 1 മൈനസ് ലീഡ് 2 പ്ലസ് ലീഡ് 3 ഈസ് ഈക്വൽ ടു 0. And otherwise we can say like that lead 2 is equal to lead 1 plus lead 3 എന്ന് പറയാം.
ഇനി അടുത്തതായിട്ട് യൂണിപോളാർ ലീഡ്സ്. നമ്മളപ്പോൾ ബൈപോളാർ ലീഡ്സിൻ്റെ സെക്ഷൻ ഇവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. യൂണിപോളാർ ലീഡ്സ് ഏതാണെന്ന് നമുക്ക് നോക്കാം, എന്താണെന്ന് നോക്കാം. ഓക്കെ, യൂണിപോളാർ ലീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ആക്റ്റീവ് ഇലക്ട്രോഡും ഉണ്ടാവും, ഒരു ഇൻഡിഫറൻറ്റ് ഇലക്ട്രോഡും ഉണ്ടാവും. ഒരു ആക്റ്റീവായിട്ട് ഇലക്ട്രോഡുള്ളത് നമ്മൾ പോസിറ്റീവ് ടെർമിനലിലേക്കായിരിക്കും കണക്ട് ചെയ്യുക. അതായത് നമ്മൾ എവിടെയാണോ കണക്ട് ചെയ്യുന്ന, ഇപ്പോൾ ലെഫ്റ്റ് ഫൂട്ടിലാണ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഭാഗമായിരിക്കും പോസിറ്റീവ് ഇലക്ട്രോഡ്. ആൻഡ് ഒരു ഇൻഡിഫറൻറ്റ് ഇലക്ട്രോഡ് മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാക്കി 2 പൊസിഷൻ എടുക്കും. അതായത് ബേസിക്കലി 3 പൊസിഷനാണുള്ളത്: ലെഫ്റ്റ് ലെഗ്, ലെഫ്റ്റ് ആം, റൈറ്റ് ആം, ലെഫ്റ്റ് ആം ആൻഡ് ലെഫ്റ്റ് ഫൂട്ട്. അപ്പോൾ ഈ 3 സെക്ഷനിൽ നിന്ന് ഇപ്പോൾ ലെഫ്റ്റ് ലെഗാണ് നമ്മൾ എടുക്കുന്നത്. ആക്റ്റീവ് ഇലക്ട്രോഡ് ലെഫ്റ്റ് ഫൂട്ടിലാണ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് ആമിൻ്റെയും റൈറ്റ് ആമിൻ്റെയും നെഗറ്റീവ് ടെർമിനൽസ് കമ്പൈൻ ചെയ്തിട്ട് ഒരു 0 പൊട്ടൻഷ്യലാക്കി നമ്മളൊരു ഇൻഡിഫറൻറ്റ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് അതിനെയാണ്. അപ്പോൾ കണക്ട് ചെയ്തത് നെഗറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തിട്ടൊരു ഇൻഡിഫറൻറ്റ് ഇലക്ട്രോഡും ഉണ്ടാവും, ആൻഡ് പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തിട്ടൊരു ആക്റ്റീവ് ഇലക്ട്രോഡും ഉണ്ടാവും. ഇനി ഏതൊക്കെയാണ് യൂണിപോളാർ ലീഡ്സ്? നമ്മൾ ഓൾറെഡി ബൈപോളാർ ലീഡ്സിൽ 3 ലീഡ്സ് പഠിച്ചു: ലീഡ് 1, ലീഡ് 2, ലീഡ് 3. ബാക്കി 12 ലീഡ്സിൽ ബാക്കി വരുന്ന എല്ലാം ഈ യൂണിപോളാർ ലീഡ്സിൽ വരും, വിച്ച് ഇൻക്ലൂഡ്സ് 3 limb leads: AVL, AVF, AVR ആൻഡ് 6 ചെസ്റ്റ് ലീഡ്സ് V1 to V6. ഇത്രയും ഭാഗം ക്ലിയർ ആണെന്ന് കരുതുന്നു. അതായത് നമ്മൾ പറഞ്ഞു 12 ലീഡ്സാണ് മൊത്തം ഒരു ECGയിൽ കാണുന്നത്. അതിൽ 3 ബൈപോളാർ ലീഡ്സാണ്: ലീഡ് 1, ലീഡ് 2, ലീഡ് 3, ആൻഡ് റെസ്റ്റ് ഓഫ് ദം എവറിത്തിങ് വിൽ കംസ് അണ്ടർ ദ യൂണിപോളാർ ലീഡ്സ്. ഇനി യൂണിപോളാർ ലീഡ്സ് ഏതൊക്കെയാണ്, ലിംബ് ലീഡ്സ് ഏതൊക്കെയാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന അടുത്ത ടോപ്പിക്ക്. ലീഡ് VL, VF, VR. ഈ VLൽ V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് ആണ്, L മീൻസ് ലെഫ്റ്റ് ആമും, F മീൻസ് ലെഫ്റ്റ് ഫൂട്ടും, ആൻഡ് R എന്ന് പറയുന്നത് റൈറ്റ് ആമുമാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിനെ നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ VL, VF, VR നമ്മൾ ECG നോക്കിയാൽ കാണില്ല. നമ്മൾ പകരം കാണുന്നത് ഇങ്ങനെയായിരിക്കും: AVR, AVL, AVF എന്നായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. കാരണം അത് പറയുന്നതെന്ന് വെച്ചാൽ ഓഗ്മെൻറ്റഡ് യൂണിപോളാർ ലിംബ് ലീഡ്സ് എന്നാണ് പറയുക. നമുക്കറിയാം ഇത് എക്സ്ട്രീമിറ്റീസിൽ കൊണ്ടുപോയി കണക്ട് ചെയ്യുന്ന ലീഡ്സ് ആണ്. സോ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ കുറവായിരിക്കും. സോ നമ്മൾ അതിനെ ഒന്ന് ആംപ്ലിഫൈ ചെയ്ത ശേഷമായിരിക്കും ECGയിൽ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈസ് ഓഫ് ദ പൊട്ടൻഷ്യൽ നമ്മളൊരു 50% ഇൻക്രീസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് അതിനെ ഓഗ്മെൻറ്റഡ് യൂണിപോളാർ ലിംബ് ലീഡ്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ആക്റ്റീവ് ഇലക്ട്രോഡിനെ പറ്റി നമ്മൾ ഡീൽ ചെയ്യാൻ പോവാണ്. ഫ്രം വൺ ഓഫ് ദി ലിംബ്സ്, ഇതിൽ ഏതെങ്കിലും, അതായത് ഒന്ന് ലെഫ്റ്റ് ഫൂട്ടോ ലെഫ്റ്റ് ആമോ റൈറ്റ് ആമോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിലൊന്നിന്ന് എടുക്കും. ആൻഡ് ഇൻഡിഫറൻറ്റ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോഡ് ഫ്രം ദ അതർ 2 ലിംബ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ ഒന്ന് ആക്റ്റീവ് ഇലക്ട്രോഡ് ഇതാ, ബാക്കി 2 ഉണ്ടല്ലോ, അതിലേതിലും 2 കണക്ട് ചെയ്തിട്ടാണ് ഒരു സെൻട്രൽ ടെർമിനലാക്കിയ ശേഷമാണ് അത് നെഗറ്റീവ് ഇലക്ട്രോഡാക്കും. അതിനെ ഇൻഡിഫറൻറ്റ് ഇലക്ട്രോഡ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ പറയുന്നത് AVF ആണെങ്കിൽ വി ക്യാൻ സീ ഹിയർ പോസിറ്റീവ് ഈസ് കമ്മിങ് ഫ്രം ദ ലെഫ്റ്റ് ഫുട്ട് ഓഫ് ദ പേഷ്യൻറ്റ് വിച്ച് ഈസ് കൺസിഡർഡ് പോസിറ്റീവ്, ആൻഡ് റൈറ്റ് ആമിനെയും ലെഫ്റ്റ് ആമിനെയും കൂടി കണക്ട് ചെയ്തൊരു ഇൻഡിഫറൻറ്റ് സെൻട്രൽ ടെർമിനൽ വന്നിട്ടുണ്ട്, അത് നെഗറ്റീവായിട്ട് കണക്ട് ചെയ്യും. അങ്ങനെയാണ് ലീഡ് AVF നമുക്കിവിടെ കിട്ടുന്നത്. അതേപോലെ AVL ഫ്രം പോസിറ്റീവ് ഫ്രം ദ ലെഫ്റ്റ് ആം, AVR പോസിറ്റീവ് ഫ്രം ദ റൈറ്റ് ആം. ഇനി യൂണിപോളാർ ചെസ്റ്റ് ലീഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ലിംബ് ലീഡ്സ് നമ്മൾ പറഞ്ഞു, യൂണിപോളാറിലെ ലിംബ് ലീഡ്സ് പറഞ്ഞു. ഇനി നമ്മൾ യൂണിപോളാർ ചെസ്റ്റ് ലീഡ്സ് ആണ് പറയുന്നത്. V1 to V6 വരുന്നത്, അതായത് ആ V1, V2, V3 അങ്ങനെ V6 വരെയുള്ളത് എല്ലാം യൂണിപോളാർ ചെസ്റ്റ് ലീഡ്സ് ആണ്. ആക്റ്റീവ് ഇലക്ട്രോഡ്സ് ഈസ് പ്ലേസ്ഡ് ഓൺ ദ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ ചെസ്റ്റ്, അതാണ് പോസിറ്റീവ് ടെർമിനൽ. ഇനി നമ്മൾ ആ പൊസിഷൻ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ ചെസ്റ്റ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ V1 to V6 എന്ന് പറഞ്ഞ് ഫുള്ള് നമ്മൾ ആ പേഷ്യൻറ്റിൻ്റെ ചെസ്റ്റിലായിരിക്കും ഒട്ടിക്കുക. അപ്പോൾ അത് ഏതൊക്കെ സ്ഥലത്താണെന്ന് നമ്മൾ പറയാൻ പോവാണ്. ഫസ്റ്റ്ലി V1, ഇത് നമ്മൾ കാണാതെ പഠിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഡേറ്റ് ആണിത്. 4th ഇൻ്റർകോസ്റ്റൽ സ്പേസിൽ റൈറ്റ് സൈഡ് ഓഫ് ദ സ്റ്റേർണത്തിൽ, അതായത് ആകെപ്പാടെ റൈറ്റ് സൈഡിൽ സ്റ്റേർണത്തിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വരുന്ന ഒരേ ഒരു ഇലക്ട്രോഡ് എന്ന് പറയുന്നത് V1 മാത്രമാണ്. അപ്പോൾ 4th ഇൻ്റർകോസ്റ്റൽ സ്പേസിലാണ് അത് കണക്ട് ചെയ്യുന്നത്. ഇനി V2 എന്ന് പറയുന്നത് 4th ഇൻ്റർകോസ്റ്റൽ സ്പേസിൽ തന്നെയാണ്, പക്ഷേ ജസ്റ്റ് ഓപ്പോസിറ്റ് ടു V1, അതായത് ലെഫ്റ്റ് സൈഡ് ഓഫ് ദ സ്റ്റേർണത്തിലാണ് കണക്ട് ചെയ്യുക. അപ്പോൾ V1 ആൻഡ് V2 മാത്രമാണ് 4th ഇൻ്റർകോസ്റ്റൽ സ്പേസിൽ വരുന്നത്. ആൻഡ് V3 എന്ന് പറയുന്നത് V2ൻ്റെയും V4ൻ്റെയും ഇടയിലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. V4 എന്ന് പറയുന്നത് 5th ഇൻ്റർകോസ്റ്റൽ സ്പേസിലായിരിക്കും. ആൻഡ് മിഡ് ക്ലാവിക്കുലർ ലൈൻ, ക്ലാവിക്കിൾ ബോണിൻ്റെ ഏകദേശം മിഡ് ലൈനിലാണ് നമ്മളത് കണക്ട് ചെയ്യുക. ആൻഡ് V5 എന്ന് പറയുന്നത് V4ന് ഹൊറിസോണ്ടലായ ലെവൽ, അതായത് V4, V5, V6 എന്ന് പറയുന്നത് 3 ഒറ്റ ലൈനിലാണ് കണക്ട് ചെയ്യുന്നത്. പക്ഷേ പൊസിഷൻ കുറച്ച് നീങ്ങി വരും. ലെഫ്റ്റ് ആൻറ്റീരിയർ ആക്സിലറി ലൈനിലാണ് V5 വരുന്നത്. V6 എന്ന് പറയുന്നത് മിഡ് ആക്സിലറി ലൈനിലായിരിക്കും വരാം. V4നെയും V5നും അതേ ലെവൽ തന്നെയായിരിക്കും കണക്ട് ചെയ്യുക. ഇവിടെ കാണാം നമുക്ക്, ഇപ്പോൾ പേഷ്യൻ്റെ സ്റ്റേർണം ഇതാണ് കാണുന്നുണ്ടെങ്കിൽ ഇത് V1 ആണ്,
ആൻഡ് അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ലെഫ്റ്റ് സൈഡിൽ ഏതുണ്ട് V2 ഉണ്ട്. V2ൻ്റെയും V4ൻ്റെയും ഇടയിലായിട്ട് V3 ഉണ്ട്. ആൻഡ് ഇത് മൂന്നും ഒരു ഹൊറിസോണ്ടൽ ലെവലാണ് ഉള്ളത്. ആൻഡ് ഇത് മിഡ് ക്ലാവിക്കുലർ ലൈൻ, ഇത് ലെഫ്റ്റ് ആൻറ്റീരിയർ ആക്സിലറി ലൈൻ, ആൻഡ് ഇത് മിഡ് ആക്സിലറി ലൈൻ. ആൻഡ് ഇത് V4 ആണ്, ഇത് V5 ആണ്, ഇത് V6 ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് നമ്മൾ ഒരു ECGൻ്റെ ഏതൊക്കെ നമുക്കറിയാം 12 ലീഡ്സാണ് നമുക്കുള്ളതെന്ന് പറഞ്ഞു. ഒന്നെണ്ണി നോക്കി നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 അങ്ങനെ 12 ലീഡ്സാണ് ഉള്ളത്. ഓരോ പൊസിഷൻ നോക്കാം. നമുക്കറിയാം റൈറ്റ് ആമിനെയും ലെഫ്റ്റ് ആമിനെയും ഇടയിലുള്ളതാണ് ലീഡ് 1. ഇനി റൈറ്റ് ആമിൻ്റെയും ലെഫ്റ്റ് ഫുഡിൻ്റെ ഇടയിൽ വരുന്നതാണ് ലീഡ് 2. ആൻഡ് ലെഫ്റ്റ് ആമിൻ്റെയും ലെഫ്റ്റ് ഫുഡിൻ്റെ ഇടയിൽ വരുന്നതാണ് ലീഡ് 3. ആൻഡ് റൈറ്റ് ആം പോസിറ്റീവ് ഇലക്ട്രോഡായിട്ടുള്ള ഒന്നാണ് AVR. ലെഫ്റ്റ് ആം പോസിറ്റീവ് ഇലക്ട്രോഡുള്ളതാണ് AVL. ലെഫ്റ്റ് ഫുട്ട് പോസിറ്റീവ് ഇലക്ട്രോഡായിട്ടുള്ള വരുന്ന യൂണിപോളാർ ലീഡാണ് AVF. ആൻഡ് വി ഹാവ് ഓൾ 6 ചെസ്റ്റ് ലീഡ്സ് ഓൾസോ ഹിയർ. ഇതിൻ്റെ ഹാർട്ടിൻ്റെ ലൊക്കേഷൻ നമുക്ക് കാണാം. ഇവിടെ ഹാർട്ട് ലൊക്കേഷൻ ഇവിടെയാണ് വരുന്നത്. ഇതിനെ സെൻട്രലൈസ് ചെയ്തിട്ട് ഇത്രയും ECGs ഇത്രയും പൊട്ടൻഷ്യലാണ് നമ്മൾ പിക്കപ്പ് ചെയ്യുന്നത്. എല്ലാവർക്കും ക്ലാസ് ക്ലിയർ ആയെന്ന് തോന്നുന്നു. താങ്ക് യു എവരിവൺ ആൻഡ് ഹാവ് എ നൈസ് ഡേ.